ഹലോ, ഇന്നത്തെ റെസിപ്പി നമുക്ക് സോഫ്റ്റായിട്ട് എങ്ങനെ നല്ലൊരു ഇടിയപ്പം തയ്യാറാക്കാം എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറുതായിട്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചില പൊടിക്കൈകളോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളയ്ക്കാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുക. ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ 1/2 കിലോ കവറിൻ്റെ പൊടിയില്ലേ ഇടിയപ്പത്തിൻ്റെ, അതിൻ്റെ പകുതി, അതായത് 250 ഗ്രാം ഇടിയപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടിയിലേക്ക് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ആറാൻ നമ്മൾ നോക്കി നിൽക്കരുത്. ആറിക്കഴിഞ്ഞാൽ ഇടിയപ്പം നന്നായിട്ട് കട്ടിയായി പോകത്തേ ഉള്ളൂ. ആ നല്ല ചൂടിൽ തന്നെ വേണം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കുറഞ്ഞു പോകരുത്, വെള്ളം ഒരുപാട് കൂടിയും പോകരുത്. നമ്മൾ ഒരുപാട് ഒഴിച്ചും കുഴയ്ക്കുകയും ചെയ്യരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ചെറുത് കുഴച്ചെടുക്കാൻ വേണ്ടി. ഇതുപോലെ കട്ടിയുള്ളൊരു മരത്തവിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കട്ടിക്ക് കുഴയ്ക്കാനും പറ്റും. നന്നായിട്ട് തന്നെ കുഴച്ച് എല്ലാ ഭാഗത്തും വെള്ളം ചെല്ലുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. നമ്മളിപ്പം ഇടിയപ്പത്തിൻ്റെ മാവ് ഈ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയാതിരുന്നത്, പലരും എടുക്കുന്ന ഇടിയപ്പപ്പൊടിയിൽ കിട്ടുന്നത് പല ബ്രാൻഡ് ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. എനിക്ക് ഈ ഒരു കപ്പിന് 2.25 കപ്പ് വെള്ളമാണ് ആയിരിക്കുന്നത്. നമുക്കിനി ഈ മാവിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി കയ്യിലേക്ക് അല്പം എണ്ണ, അല്പം വെളിച്ചെണ്ണയോ ഗോൾഡ് വിന്നറോ എന്താണെങ്കിലും കുഴപ്പമില്ല, അത് തേച്ച് ഈ മാവിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കൊടുക്കുക. ഇതാ ചൂടോടുകൂടി തന്നെ ചെയ്യണം. നമ്മൾ വെള്ളം ആറാനോ പൊടി ആറാനോ ഒന്നും നിൽക്കരുത്. ഇതിപ്പോൾ ഉണ്ടാകും ചെറുതായിട്ട് ആവി പറക്കുന്നുണ്ട്, നമുക്കെന്നാലും കൈ തൊടാനുള്ള ചൂടേ ഉള്ളൂ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുത്ത് വെക്കുക. നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ വിരലിതിലേക്ക് ഇറങ്ങിപ്പോവും. ഇതാണ് പരുവം. ഇനി നമുക്കിതെങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ സേവനാഴി എടുക്കാം. അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇളകി വരാൻ വേണ്ടി അകത്ത് അല്പം എണ്ണ തേച്ച് കൊടുക്കുക. അപ്പം ഇവിടെ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് തട്ടിലേക്ക് ഇറങ്ങി വരും. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് നമ്മുടെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നിറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇതിപ്പോൾ തന്നെ നിറച്ചായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. നമ്മൾ ഓരോ തവണ പിഴിയുമ്പോഴും ഈ മാവ് തുറന്ന് വെക്കല്, നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുക. മാവ് അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും, ഇടിയപ്പം നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തട്ടെടുത്തിട്ട് അതിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇടയ്ക്ക് തേങ്ങ വെക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് തേങ്ങ വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ തട്ടിലേക്ക് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇടിയപ്പം നന്നായിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. നമ്മുടെ ഇടിയപ്പം ഇവിടെ വെന്തിട്ടുണ്ട്. ഇടിയപ്പം നമ്മൾ വെന്തോ നോക്കണമെങ്കിൽ തീ സിമ്മി വെച്ചിട്ട് കൈ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതാണ് ഇടിയപ്പത്തിൻ്റെ പരുവം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇടിയപ്പം പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നോക്കി എന്ത് സോഫ്റ്റാണെന്ന്. എല്ലാം നമുക്കിതുപോലെ പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇടിയപ്പം എല്ലാം ഇവിടെ ഇപ്പോൾ സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിക്കുന്നത് കണ്ടോ? അത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, കണ്ടോ എന്ത് സോഫ്റ്റാണെന്ന് നോക്കിക്കേ. നന്നായിട്ട് വെന്ത് ഒരു കട്ടിയുമില്ല, നല്ല സോഫ്റ്റ് ഇടിയപ്പം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീട്ടിൽ കുഞ്ഞുമക്കൾക്കൊക്കെ ഇടിയപ്പം ഇഷ്ടമല്ലേ? അപ്പോൾ ഇടിയപ്പം കട്ടിയായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു റെസിപ്പി. സോഫ്റ്റായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേറെ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഒരു റെസിപ്പിയാണ് ഇത്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.